ഹായ് ഹലോ, അങ്ങനെ നമുക്ക് വീണ്ടും കുഞ്ഞൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് ഒരു ഫാമിലി ട്രിപ്പ് പോവാണ് കേട്ടോ. രാവിലെ നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റു കേട്ടോ, അല്ലെങ്കിൽ എവിടെ പോയാലും ലേറ്റാണ്. അപ്പം നമ്മൾ ഇന്ന് എല്ലാവരും കൂടി കുട്ടനാട്ടിലേക്കൊരു യാത്ര പോവാണേ. ഇത് ഞങ്ങൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്തതാണ്. അപ്പം ഞങ്ങളെ വന്നിട്ട് ഒരുമിച്ച് പോകാമെന്ന് കരുതിയിരുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാറൊന്നും എടുത്തില്ല, പിന്നെ നമ്മൾ ബസ്സിലാണ് പോയത് കേട്ടോ. ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റിനാണ് വെയിറ്റ് ചെയ്ത് അവസാനം നമുക്ക് സൂപ്പർ ഫാസ്റ്റ് കിട്ടിയില്ല, ഫാസ്റ്റ് പാസഞ്ചറാണ് കിട്ടിയത് കേട്ടോ. അങ്ങനെ അതിനകത്ത് കയറി പിന്നെ അങ്ങനെ നമ്മൾ ആലപ്പുഴയിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു ബോട്ട് സർവീസ് എന്ന് പറഞ്ഞത് നമ്മൾ പിന്നെ ബഹ്റൈനിൽ വെച്ച് നമ്മൾ കണ്ടതാണ് കേട്ടോ, ടിക്ടോക്കിൽ കണ്ടതാണ്. ഇതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റിൻ്റെയാണ് കേട്ടോ, കേരള സർക്കാരിൻ്റെയാണ്. അപ്പോൾ ഇതിനകത്തൊന്ന് പോകണമെന്നൊരു നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ എപ്പോൾ വന്നാലും ഹൗസ് ബോട്ടിലാണ് പോകുന്നത്. അപ്പോൾ ഇത്തവണ ഒരു ചേഞ്ച് ആയിട്ടെന്ന് കരുതി നമ്മൾ ഇതിനകത്ത് പോയി. അങ്ങനെ അതിനകത്ത് പോയി നമ്മൾ ബസ് കിട്ടിയേക്ക് അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ നല്ല ലേറ്റായി കേട്ടോ. ഈ ബസ്സെന്ന് പറഞ്ഞാൽ കുറച്ച് നിർത്തിയൊക്കെയല്ലേ പോകുന്നത്. അതുകൊണ്ടാണ് സൂപ്പർ ഫാസ്റ്റിന് വെയിറ്റ് ചെയ്തത്. പക്ഷേ സൂപ്പർ ഫാസ്റ്റ് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെന്നപ്പം നമ്മളോട് അവർ 11 മണിക്കാണ് ബോട്ട് എടുക്കുന്നത് കേട്ടോ. പക്ഷേ നമ്മളവിടെ ചെന്നപ്പോഴാണെങ്കിൽ 11:30 മണിയായും. അതിന് മുന്നേ അവർ നമ്മളെ വിളിച്ചിരുന്നു, നിങ്ങൾ എത്താറായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എത്താറായി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ നമ്മളങ്ങനെ ഉള്ളിൽ കയറി. 2 ഇതായിട്ടാണ് കേട്ടോ. താഴെ AC കമ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. മുകളിൽ പിന്നെ AC ഒന്നുമില്ല, നമുക്ക് ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം പോകുമ്പം നമുക്കൊരു കുടുംബശ്രീയുടെ ഒരു ഫുഡൊക്കെ ഉണ്ട്. അങ്ങനെ ഫുഡൊക്കെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. ഒരു ഊണിനാണെങ്കിൽ 150 രൂപയാണ്. അപ്പം ഞങ്ങൾ കക്കയിറച്ചിയും കരിമീനും ഒക്കെ വാങ്ങി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാം ബോട്ടിലോട്ട് പോവാണ് കേട്ടോ. ഉമ്മക്കാണെങ്കിൽ ഒരുപാട് താല്പര്യമില്ല വരാൻ കേട്ടോ. ഞാൻ വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. ഉമ്മക്കാണെങ്കിൽ കാലുവേദനയാണ്. അങ്ങനെ ഭയങ്കര വൈബാണ് ഈ ഒരു ബസ്സിനകത്ത് കേട്ടോ. എപ്പോഴും ആണെങ്കിൽ ഡാൻസും പാട്ടും ആട്ടവും എല്ലാം ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. അപ്പം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ പോകാനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം കേട്ടോ. ആലപ്പുഴ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇത് വരുന്നത്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് പിന്നെയും നമ്മൾ കുറച്ച് നേരം യാത്ര ചെയ്യുമ്പം പിന്നെ പാതിരാമണൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുപോകും കേട്ടോ. അവിടെ ഇതുപോലെ പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ അങ്ങോട്ടാണ് പോയത്. അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്ത് അതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും ബോട്ടിലോട്ട് പോവാണ്. ബോട്ടിലോട്ട് പോകുമ്പോൾ നമുക്കാണെങ്കിൽ പിന്നെ അവിടെ ചായ ഉണ്ട് കേട്ടോ. ബോട്ടിലാണെങ്കിൽ ചായയും എണ്ണക്കടിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയും ഓരോ പരിപ്പോടൊക്കെ വാങ്ങിച്ച് അങ്ങനെ പിന്നെയും ഇങ്ങനെ കുറേ നേരം ഇരുന്ന് യാത്ര കണ്ടു. കുറേ പേര് കമൻസിൽ ചോദിച്ചിരുന്നു നാത്തൂനില്ലേ വന്നില്ലേ എന്നൊക്കെ കേട്ടോ. നാത്തൂന് ഡെലിവറി കഴിഞ്ഞ് കിടക്കുവാണ് കേട്ടോ. ഇപ്പം 45 ദിവസം കഴിഞ്ഞുള്ളൂ, 40 കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം അവർ ഉമ്മയും മോളും എല്ലാം സുഖമായിട്ടിരിക്കുന്നത് അവരവരുടെ വീട്ടിലാണ് കേട്ടോ. അപ്പം 3 സിസേറിയൻ ആയിരുന്നു. അപ്പം 3 മാസം കഴിയാതെ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവിടെയാണ്. പിന്നെ ഒന്നിടവിട്ട് ഞങ്ങൾ അവിടോട്ട് പോകാറുണ്ട്. പിന്നെ വീഡിയോസൊന്നും എടുക്കുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. എല്ലായിടത്തും നമ്മൾ പോവുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്നും അധികം നമ്മൾ വീഡിയോസൊന്നും അങ്ങനെ എടുക്കുന്നില്ല. അറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും വീഡിയോയിൽ വരാൻ താല്പര്യമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം വീണ്ടും യാത്ര ചെയ്തു. അങ്ങനെ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലമായി. നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ പിന്നെ ഒരു കടയിൽ കയറി. നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ജ്യൂസ് വാങ്ങിച്ച്, പിന്നെ ഞാൻ സോഡ നാരങ്ങ വാങ്ങിച്ചിട്ട്, ഇവിടെ പോയാലും സോഡ നാരങ്ങ ഇഷ്ടം. അങ്ങനെ സോഡ നാരങ്ങയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ വീണ്ടും സ്റ്റാൻഡിലോട്ട് പോയിട്ട് നമുക്കിത് നേരെ ബസ്സിൽ കയറി വീട്ടിൽ പോകണം കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത്. എന്നും വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. എന്നും ഒരു ദിവസം പോലും വീട്ടിലില്ല, എന്നും ഫുള്ള് കറക്കമാണ് ഒരു ദിവസം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടി ഈ വോയിസും എഡിറ്റിങ്ങും ഒക്കെ ആണെങ്കിൽ ഒരുപാട് ടൈം പോകും. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാട്ടിലാണെങ്കിൽ നെറ്റ്വർക്ക് ഭയങ്കര പ്രോബ്ലമാണ് കേട്ടോ. ഒരു തരത്തിൽ നെറ്റ് കിട്ടില്ല. ഞാൻ ഈ ഒരു വീഡിയോസ് ആണെങ്കിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ രാത്രിയിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. എന്നാലും പിറ്റേന്ന് വൈകിട്ടാവും അത് കിട്ടാൻ. കാരണം ഞാൻ എൻ്റെ നെറ്റ് എന്ന് പറഞ്ഞ കേട്ടലാണ്, പക്ഷേ ഭയങ്കര സ്ലോ ആണ്. നെറ്റ് ഒരു തരത്തിൽ കിട്ടുന്നില്ല. അതാണ് ഇത്രയും ഡിലേ ആവുന്നത് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ആക്കാൻ കേട്ടോ. അപ്പം ഇനിയിപ്പം കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ വീണ്ടും നാട്ടിലോട്ട് തിരിച്ച് പോകാനുള്ള ഇതായി കേട്ടോ. ദിവസങ്ങളടുത്ത് ഈ തവണ ഞങ്ങൾ 1 മാസം ലീവേ ഉള്ളായിരുന്നു. അപ്പം ഇനിയും ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇനി പോകണം, ഇനിയും കിടക്കും ടൂറും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓരോരോ വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.